ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു മിനി വ്ലോഗ് കാണാം. അപ്പം ഞാനും ചേട്ടനോട് ലുലു വരെ പോവാണ്. ജസ്റ്റ് ചെറിയൊരു പർച്ചേസ്, പിന്നെ റൂമിൽ ഇരിക്കുമല്ലേ, അപ്പം ചുമ്മാ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഒന്നിച്ചായതിനു ശേഷം നമ്മൾ റൂമിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അടുപ്പിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ കല്യാണത്തിന് ശേഷം വന്നിട്ട്. അപ്പം അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. നമ്മുടെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പം വിചാരിച്ച് ലുലു പോയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന്. നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ ലുലു ആയിട്ട്. ലുലു ആണെങ്കിലും മദീന പാഷനൊക്കെ നമുക്ക് അടുത്തടുത്താണ്. അപ്പം നമുക്ക് വിചാരിച്ച് ലുലു പോകാമെന്ന്. എന്തായാലും ഞാനും ചേട്ടനോടെ നടന്ന് എന്തായാലും ലുലുവിൽ എത്തിയിട്ടുണ്ട്. പിന്നെ പുറത്ത് നല്ല ചൂടാണ്, അതുകൊണ്ട് നന്നായിട്ട് വിയർത്തിരുന്നു. എന്തായാലും നമ്മൾ ഇനി ലിഫ്റ്റ് കയറിയിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ പോകുന്നത്. എന്നിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങി നടക്കാമെന്നൊക്കെ വിചാരിച്ചു. ഏതായാലും ഞാനും ചേട്ടനും കൂടെ ആദ്യം പോകാൻ പോകുന്നത് നമ്മളുടെ ലുലുവിനകത്തൊരു പാർക്കുണ്ടല്ലോ കുട്ടികളുടെ. അപ്പോൾ അതിനകത്ത് ഇതുവരെ കയറിയിട്ടില്ല. ചുമ്മാ ജസ്റ്റ് അതിനകത്തൊക്കെ ഒന്ന് കറങ്ങി നടക്കി. കുറേ വട്ടം ലുലു പോയിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് എന്താണുള്ളതെന്ന് ഇതുവരെ കണ്ടിട്ടുമില്ല, ശ്രദ്ധിച്ചിട്ടുമില്ല കേട്ടോ. അപ്പം എന്തൊക്കെയാണുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ പോയി. പക്ഷേ അകത്ത് കുറേ അധികം ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എല്ലാം ചാർജബിളാണ്. അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൊച്ചു പിള്ളേർക്കുള്ളതാണ് മെജോറിറ്റിയും. പിന്നെ അവിടെ കുറേ ലോക്കൽസും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടിപ്പത്തായിട്ട് ഈ ജാപ്പനീസുകാരുടെയാണെന്ന് തോന്നുന്നു ഒരു ഷോപ്പുണ്ട് കേട്ടോ. അവിടെ കുറേ അധികം ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ, ഫ്രെയിംസ്, അതുപോലെ തന്നെ ഈ ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് കണ്ട. അപ്പോൾ ജസ്റ്റ് എന്തായാലും അവിടെ കയറിയിട്ട് എന്തൊക്കെയാണുള്ളതെന്ന് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതേ കണ്ടില്ലേ, ഇതേപോലത്തെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള ബോക്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇതാ കണ്ടില്ലേ. പക്ഷേ ഇച്ചിരി ചാർജ് കൂടുതലാണ് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ സാധനത്തിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറയുവാണെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ അടിപൊളി, നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ക്യൂട്ടായിട്ടുള്ള കുറേ ടെഡി ബിയേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എനിക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു ക്രേസാണ് കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെ. പക്ഷേ ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല, കാരണം ഭയങ്കര ചാർജ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, നാട്ടിൽ നിന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ അത്യാവശ്യം ഫണ്ടിന് ഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒന്നാമത്തെ റീസൺ. പിന്നെ ഇത് കണ്ടില്ലേ, പിന്നെ ഈ ഫ്രേഗ്രൻസ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ റേറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ലുലുവിൻ്റെ ഷോപ്പുണ്ടല്ലോ അതിനകത്തിലെയാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. കുറേ ഡെക്കർ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതേ കണ്ടില്ലേ, കുറേ അധികം ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ ബാഗിൻ്റെ സെക്ഷനിലൊക്കെ പോയി നോക്കി. ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഓഫർ ഉണ്ടെങ്കിലും വാങ്ങിയില്ല, കാരണം അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള ബാഗും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് നോക്കിയപ്പം 9 ദിർഹംസിന് കുട കണ്ടു കേട്ടോ. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു കുട വാങ്ങിച്ചത്. നോക്കിയപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള കുറേ അധികം കുടകൾ കേട്ടോ. പക്ഷേ മേടിച്ച് കഴിഞ്ഞിട്ടാണ് ഗൈസ് നമ്മൾ പറ്റിത്തറിഞ്ഞ്. ഈ കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ കേട്ടോ. വെയിലിൽ നിന്ന് വലിയ പ്രൊട്ടക്ഷനൊന്നും ഈ കുട തരുന്നില്ല. പിന്നെ ഇവിടുത്തെ ചൂടറിയാമല്ലോ. ദേ കണ്ടില്ലേ, നല്ല നല്ല ഭംഗിയുള്ളത് കണ്ടില്ലേ. ആദ്യം ഞാൻ ഈ കുട എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ വിചാരിച്ചോ വേണ്ട. അതിനുശേഷം പിന്നെ ഞാനും ചേട്ടനോട് കുറേ അധികം സാധനങ്ങളൊക്കെ അവിടെ പരിധി നോക്കുന്നുണ്ട്. ഒരു പ്രൊജക്ടർ വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഭയങ്കര ചാർജായിട്ട് വാങ്ങിയില്ല. എന്തായാലും നമ്മൾ കുട മാത്രമേ വാങ്ങിയുള്ളൂ. ആ കുടയുമായിട്ട് ഇനി നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് കുട വാങ്ങി ബാഗിലിട്ടെ, കാരണം ചെറിയൊരു സാധനമല്ലേ. എന്നിട്ട് നമ്മൾ അത്യാവശ്യം റൂമിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തുടങ്ങി. മുട്ട വാങ്ങിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് തിന്നാനായിട്ട് 2 ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ കണ്ടില്ലേ, ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ. തേങ്ങയാണെങ്കിലും ചിരകിയത് കിട്ടും, ചിരകാത്തത് കിട്ടും, ഫ്രൂട്ട്സ് ഐറ്റംസ്, വാഴയില തുടങ്ങി എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ നല്ല പൈസയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും അല്ലാതെ വാങ്ങുകയും നാട്ടിൽ നിന്ന് കൊണ്ടുവരികയും ഒക്കെയാണ്. പിന്നെ അതിനുശേഷം നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഐറ്റംസ്, അതായത് ഈ ഉള്ളി, പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സവാള അങ്ങനത്തെ സാധനങ്ങൾ, കറിവേപ്പില. ദേ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ചക്കയൊക്കെ കിട്ടും. ചക്കക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ദേ കണ്ടില്ലേ. പക്ഷേ കണ്ടിട്ട് തന്നെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു നമ്മൾ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ഇത് കിട്ടത്തില്ല. ദേ കണ്ടില്ല. അതുപോലെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ വഴിയോരത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാറുള്ളത്. ഇവിടെ മാളിനകത്താണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അത് നല്ല എക്സ്പെൻസീവും ആണ്. എന്തായാലും വാങ്ങിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.